Hello dear students. So in the last class we started grouping the different materials based on some of their properties. നമ്മളൊരു ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് കണ്ടല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. So in today's class we are going to look into some other properties. കുറച്ച് പ്രോപ്പർട്ടീസും കൂടി അങ്ങനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. This is actually a very easy chapter. There is actually nothing very much to learn. Only 2 or 3 terms are there for you to learn. So read. For doing this, do the activities carefully. Fill the tables that are given in the textbook carefully, and also read the chapter very carefully. Okay, now we will move on to the chapter. So in the last class we learned about the soluble and insoluble substances, and we learned about how to classify substances based on their appearance. Now we are going to learn about different substances that float or sink in water. What do you mean by float? വെള്ളത്തിൽ പൊന്നി കിടക്കുന്ന സാധനങ്ങൾ. സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന സാധനങ്ങൾ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു സാധനം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുകയോ സിങ്ക് ചെയ്യുകയോ ചെയ്യുന്നത്? നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്ത് വെച്ചിട്ടായിരിക്കും? ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ടേം കോൾഡ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്ട്സിൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങളിപ്പോൾ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു സംഭവത്തിൻ്റെ, ഒരു മെറ്റീരിയലിൻ്റെ, ഒരു സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഡെൻസിറ്റി കൂടുതലുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ഡെൻസിറ്റി കുറവുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. സോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങളൊരു വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ അടുത്തൊരു ഫെദറും ഒരു കല്ലും ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളത് രണ്ടും വെള്ളത്തിലിട്ട് ഏതായിരിക്കും മുങ്ങിപ്പോകുന്നത്? കല്ലായിരിക്കും മുങ്ങിപ്പോകുന്നത്. കാരണം കല്ലിന് കൂടുതൽ വെയിറ്റ് ഉണ്ട്. അതേസമയം ഫെദർ ആണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുകയുള്ളൂ അല്ലേ? ഫെദർ എന്ന് വെച്ചാൽ തൂവൽ. സോ likewise, if you have to know if a substance will float on the water or sink on water. ഫ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ പൊന്തി കിടക്കുമോ, സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിൽ താഴ്ന്നു പോകുമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യും? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഒരു സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. So you know that when we looked at ഇന്നലെ നമ്മൾ ലിക്വിഡ്സിൻ്റെ എക്സാമ്പിൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓയിലും കെറോസിനും ഒക്കെ വാട്ടറിൻ്റെ മുകളിൽ പൊന്തി കിടക്കുന്നു എന്ന് പഠിച്ചല്ലേ. സോ ലൈക്ക് വൈസ് ചില സബ്സ്റ്റൻസസ് വെള്ളത്തിലിടുവാണെങ്കിൽ അതെന്ത് ചെയ്യും? പൊന്തിക്കിടക്കും. ഡ്രൈഡ് ലീവ്സ് ഫോൾ ഓൺ ദി സർഫസ് ഓഫ് എ പോണ്ട് ആൻഡ് എ സ്റ്റോൺ ദാറ്റ് യു ത്രോ ഇൻ ടു ദ പോണ്ട് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് വിൽ സിങ്ക് ഇൻ ദ വാട്ടർ, റൈറ്റ്? Yes, and like that you can take a tumbler of water and put different things in the water and see which of the substances will float on the water and which will sink on the water. So we will see that. Next we are going to learn about some other properties of substances. Some substances. The first property is transparency. കേട്ടിട്ടുണ്ടോ? ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. ട്രാൻസ്പെറൻസി. It is based on the ability of an object to pass light. ലൈറ്റ് പാസ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ എബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സബ്സ്റ്റൻസിന് ട്രാൻസ്പാരൻറ്റ്, ഒപ്പേക്ക് എന്നൊക്കെ പറയാം. ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ചാൽ ലൈറ്റിനെ മുഴുവനായിട്ട് കടത്തിവിടാൻ കഴിവുള്ള സബ്സ്റ്റൻസസ്. എന്ന് വെച്ചാൽ ചില ഗ്ലാസ്സുകളൊക്കെ, നമ്മുടെ ജനലിൻ്റെയൊക്കെ ഗ്ലാസ്സുകൾ, ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ്സിൽ കൂടിയൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ലൈറ്റ് ഇപ്പുറത്തോട്ട് പാസ് ചെയ്ത് വരും അല്ലേ? So you might have played a game of hide and seek. Think of some places where you would like to hide so that nobody sees you. എവിടെയായിരിക്കും നിങ്ങൾ ഹൈഡ് ചെയ്യുക? ഒരു ജനൽ കാണാൻ പറ്റുന്ന, അപ്പുറത്ത് നോക്കി കാണാൻ പറ്റുന്ന ഒരു കണ്ണാടിയുടെ ചില്ലിൻ്റെ പുറകിലായിരിക്കുമോ, അതോ ഒരു അപ്പുറത്ത് നോക്കി കാണാൻ പറ്റാത്തൊരു ഭിത്തിയുടെ പുറകിലായിരിക്കും നിങ്ങൾ ഹൈഡ് ചെയ്യുക? ഒരു ഒളിച്ച് കളിക്കുകയാണെങ്കിൽ എന്തായാലും കാണാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും അല്ലേ നമ്മൾ ചെയ്യുക? നമ്മൾ ഹൈഡ് ചെയ്യുക. സോ ലുക്ക് ത്രൂ ദി, നമുക്ക് നോക്കാം. So if you hide behind a glass window, your friend can see through that, right? But if you hide in some other materials, എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. So those substances or materials through which things can be seen are called transparent. എന്തൊക്കെ സാധനത്തിൻ്റെ കൂടെ നമുക്ക് നോക്കിയിട്ട് അപ്പുറത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റുമോ അതിനൊക്കെ എന്ത് പറയുന്നു? ട്രാൻസ്പാരൻറ്റ് എന്ന് പറയുന്നു. ഗ്ലാസ്, വാട്ടർ, എയർ. വാട്ടർ ട്രാൻസ്പാരൻ്റ് ആണല്ലോ. യെസ്, വാട്ടറിൽ കൂടി നമുക്ക് താഴെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ നിങ്ങളൊരു തോട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ വരെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടറിൽ കൂടി കാണാൻ പറ്റും. എയർ ഇസ് ട്രാൻസ്പാരൻ്റ്, റൈറ്റ്? എയർ ട്രാൻസ്പാരൻ്റ് അല്ലാതെ എയറിന് എന്തെങ്കിലും ഒരു കളർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ എയറിൻ്റെ കളർ ബ്ലാക്ക് ആയിരുന്നെങ്കിലോ നിങ്ങൾക്ക് മുന്നിലുള്ള ആൾക്കാരെ പോലും കാണാൻ പറ്റില്ല. വലിയ കോടയൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? സോ എയർ ഇസ് ട്രാൻസ്പാരൻ്റ്, റൈറ്റ്?
and some plastics are also transparent. So what is it? So if you can see the things on the other side of the material, then that material is transparent. So you know that in shops and all, shopkeepers will keep the sweets in ഗ്ലാസ് ജാർസിലൊക്കെ എന്തിനാ ഒരു ഇല്ലാത്തൊരു കാണാൻ പറ്റില്ലാത്ത ഒന്നിൽ അടച്ചു വെച്ചാൽ പോരെ? പറ്റില്ല അല്ലേ? എല്ലാവരും ഇത് കണ്ടിട്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഓഫ് ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക്കിലോ ആയിരിക്കും എന്ത് ചെയ്യുക? ഷോപ്സിൽ സാധനങ്ങൾ വെക്കുക. On the other hand, there are some materials through which you are not able to see. നിങ്ങൾക്ക് അപ്പുറത്തുള്ളത് കാണാൻ പറ്റാത്ത കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാവും. These materials are called opaque. എന്താ പറയുന്നത്? Opaque. And you cannot tell what is kept inside a closed wooden box, a cupboard carton or a metal container. ഒരു മരപ്പെട്ടിക്കുള്ളിലോ മരത്തിൻ്റെ പെട്ടിക്കുള്ളിലോ ഒരു മെറ്റൽ കണ്ടെയ്നറിനുള്ളിലോ വെച്ചിട്ടുള്ള സാധനം എന്താണെന്ന് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. Now we can find out some materials which are transparent and opaque. നിങ്ങൾക്ക് കുറച്ച് ട്രാൻസ്പാരൻ്റ് ആൻഡ് ഒപ്പേക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ പേര് നമുക്ക് നോട്ട്ബുക്കിൽ ലിസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് യുവർ അസൈൻമെൻറ്റ്. And now we can do another activity. You have to take a sheet of paper. ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ, ആ പേപ്പറിൽ നിങ്ങൾ ഇത്തിരി അടുക്കളയിൽ നിന്ന് ഇത്തിരി ഓയിൽ എടുത്തിട്ട് ഓയിൽ അതിൽ സ്പ്രെഡ് ചെയ്യാൻ പോവാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഓയിൽ പാച്ചസ് ഉണ്ടാവും അല്ലേ? നമ്മൾ പ്രോട്ടീൻ ഫാറ്റ് ടെസ്റ്റിൽ പഠിച്ചതുപോലെ ഓയിൽ പാച്ചസ് ഉണ്ടാവും. എന്നിട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ സൂര്യനിലെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് വൃത്തിയായിട്ട് സൂര്യനെ കാണാൻ പറ്റും? നോ, യു കാൻ സീ ദ സൺ ക്ലിയർലി, ബട്ട് യു ക്യാൻ സീ ദ ഷെയ്ഡ്സ്, റൈറ്റ്? നിങ്ങൾക്ക് എന്തൊക്കെയോ അവിടെ ഉള്ളതുപോലെ തോന്നും അല്ലേ? സോ ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് ഒബ്ജക്റ്റ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ക്ലിയർലി. എന്താണെന്ന് നമുക്ക് സൂര്യനെ കാണാം, പക്ഷെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ? ആ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഓയിൽ പുരട്ടി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണത്തില്ല. ആ പേപ്പറിൽ ഓയിൽ പറ്റുന്നതിന് മുന്നേ ആ പേപ്പറിൽ കൂടി നോക്കിയാൽ ഒന്നും കാണത്തില്ലായിരുന്നു, പേപ്പർ ഒപ്പേക്കായിരുന്നു. പക്ഷെ നമ്മളതിൽ ഇത്തിരി ഓയിൽ പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ എന്ത് കാണാം? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ദെൻ ദോസ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് translucent. We did the oil patch test for fats, right? That was translucent materials. So we can group the materials as transparent, opaque and translucent. Transparent means we can see the materials on the other side clearly. In an opaque substance we cannot see the materials on the other side. In a translucent material we can see the substance but not clearly. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളിങ്ങനെ ടോർച്ച് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കത്തിച്ച് വെക്കും അല്ലേ? കയ്യിൽ ഇങ്ങനെ ടോർച്ച് ഓൺ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? റെഡിഷ് ആയിട്ടുള്ള കളർ കാണാൻ പറ്റും അല്ലേ? അതെന്താണ്? നമ്മുടെ സ്കിൻ എന്തായതുകൊണ്ടാണ്? ട്രാൻസ്ലൂസൻ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഗ്ലാസും കൊണ്ടായിരുന്നെങ്കിലോ നമ്മളിവിടെ കത്തിച്ച ടോർച്ച് എന്ത് ചെയ്യും? അപ്പുറത്തെ വശത്തെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലൈറ്റ് ക്ലിയർ ആയിട്ട് കാണത്തില്ല, ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ അല്ലാതെ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ സ്കിൻ എന്താണ്? ട്രാൻസ്ലൂസൻ്റ് ആണ്. So now we have learned how to group different materials based on different properties. Solid, liquid ആണ്, കട്ടിയുള്ളതാണ്, വെള്ളം പോലെയാണ്, അല്ലെങ്കിൽ ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഹാർഡ്നെസ് based on hardness, appearance, if it is floating or sinking, if it is transparent, opaque or translucent, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? So in this chapter you have to mainly remember some main things that we learned: metallic, luster, transparent, translucent, opaque. You have to learn all these terms that you have studied through this chapter. That is what you have to learn mainly. The words, key words: hard, insoluble, luster, material, metal, opaque, rough, soluble, transparent, translucent, etc. That is all what you have to learn mainly in this chapter. In the next class I'll give you the question answers and the notes. Okay, thank you. Have a nice day.